welcome to this session. Namaste. So BPHE 173 e-governance. Today we are going to take Unit 7. BPHE 173 Unit 7 ആണ് എടുക്കുന്നത്. അതിലെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംപ്രൂവിങ് സെൽഫ് ഗവേണൻസ് ത്രൂ ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, സോ ഇതിലെ ഇംപ്രൂവിങ്, അതായത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം, അതിനെപ്പറ്റി അതിൻ്റെ ICT, വാട്ട് റോൾ ദേ ആർ പ്ലേയിങ് ടു ഇംപ്രൂവ് ദ സിസ്റ്റം, അതായത് ടു റെൻഡർ ദ സർവീസ് ടു ദ സിറ്റിസൺസ് ത്രൂ ICT. അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക. അതിലെ ചേഞ്ചിങ് റോൾ ഓഫ് ദ പഞ്ചായത്ത് രാജ്. ഇവിടെ ചേഞ്ചിങ് റോൾ ഓഫ് പഞ്ചായത്ത് രാജ്, അത് വിശദീകരിച്ച് പറയാം. ICT intervention in local governance, need and importance. ICT in Panchayati Raj institutions, PRI, Panchayati Raj institutions, application areas, e-Panchayats. ആന്ധ്രാപ്രദേശിലെ ഓരോ എക്സാമ്പിൾ, അങ്ങനെ ഓരോരോ സ്റ്റേറ്റിലുണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശ് വളരെ റിമാർക്കബിൾ അച്ചീവ്മെന്റ് ആണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ പറ്റിയാണത്. ഈ പഞ്ചായത്ത് ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെന്റേഷൻ, അതാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. ഇനി ചേഞ്ചിങ് റോൾ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പണ്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ റോള് വളരെ 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 ചെറുതാണ് ഉണ്ടായിരുന്നു. ഒന്നാമത് അന്ന് ഇലക്റ്റഡ് ബോഡി ഉണ്ടായിരുന്നില്ല. പ്രസിഡന്റ് 10-20 കൊല്ലം പ്രസിഡന്റായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഒരു കാലത്ത്. അന്ന് എലക്ഷൻ നടക്കും നടക്കില്ല, ആരും ബോധർ ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ് ചെറുതുണ്ടായിരുന്നത്. പിന്നെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾഡൻ ഡേയ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ഫുൾ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല, ഓർ മിനിസ്ട്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീടാണ് ഇതൊക്കെ വന്നത്. മറ്റേ ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, എലക്റ്റഡ് ബോഡീസ്, 5 കൊല്ലത്തെ ടെനറ്, പ്രസിഡന്റ്, സെക്രട്ടറി, ഇതൊക്കെ വന്നത്. പിന്നെ ചെയർപേഴ്സൺ ഇതൊക്കെ അതിൽ റിസർവേഷൻ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വന്നത് പിന്നീടത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റം അഡാപ്റ്റ് ചെയ്ത അതിന് ശേഷമാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് വളരെ അധികം റോൾ ഇവർ പ്ലേ ചെയ്യേണ്ടി വരുന്നു. അതായത് ഇൻ അഡീഷൻ, അതായത് നീതി കളക്ട് ചെയ്യുക മാത്രമല്ല, വീടിന്റെ നീതിയോ അല്ലെങ്കിൽ ഷോപ്പിന്റെ നീതിയോ മാത്രമല്ല, ദേ ഹാവ് ടു റെൻഡർ എ ലോട്ട് ഓഫ് സർവീസ്. അത് ഞാൻ പറയുന്നു ഒന്നത്. പിന്നെ രണ്ടാമത് അത് പറയാൻ പോകുന്നു. രണ്ടാമത് അവരുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് ഇപ്പോൾ. കാരണം യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഫ്ലഡ്, കോവിഡ് സിറ്റുവേഷൻ, 2 എക്സാമ്പിൾ എടുത്തുള്ളൂ. ഫ്ലഡിന് ശേഷം ഓരോരോ ഷെൽട്ടർ, ആളുകളുടെ താമസം, അതിന് മരണപ്പെട്ടവരുടെ ഡിസ്പോസൽ, അതേമാതിരി അതായത് ഫുഡ് പാക്കറ്റ് വിതരണം, ഇതൊക്കെ പല കാര്യങ്ങളുണ്ടല്ലോ. ഉരുപടി പഞ്ചായത്ത് രാജ് ത്രൂ പഞ്ചായത്ത് രാജ് സിസ്റ്റം മാത്രമാണ്. ചിലവർക്ക് പൈസ ഇല്ല, അപ്പം അത് ഗവൺമെന്റിന്റെ എയ്ഡ്, അതേമാതിരി എത്ര അഫക്റ്റഡ് പേഴ്സണ്ട് അവരുടെ ഡാറ്റ, ഇതെല്ലാം പഞ്ചായത്ത് മുഖാന്തരമാണ് ഇത് ചെയ്യുന്നത്. കാരണം അവർ എലക്റ്റഡ് ബോഡീസ് ആണ്, ഓതറൈസ്ഡ് പേഴ്സൺസ് ആക്ച്വലി ടു റെക്കമെൻഡ് ദ കേസ്. ഓക്കെ, അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതേമാതിരി ഇപ്പോൾ കോവിഡ് ടൈമിൽ ഓരോരുത്തരുടെ നമ്മുടെ വാക്സിനേഷൻ എടുക്കുന്നവർ, വാക്സിനേഷൻ എടുക്കാത്തവർ, അവരുടെ ഡാറ്റ, അതേമാതിരി വാക്സിനേഷൻ എടുക്കാത്ത ആളുകളുടെ എടുക്കണമെന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഓരോ വീട്ടിലൊക്കെ ചെന്നിട്ടുള്ള ഇത്, അങ്ങനെ സോ മെനി റോൾ ദേ ആർ പ്ലേയിങ്. നോ, നമ്മുടെ 73ാമത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. മനസ്സിലായില്ലേ? വളരെയധികം റോള് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വിഷൻ, അതായത് ഡെമോക്രസി സ്റ്റാർട്ട്സ് ഫ്രം വില്ലേജ്. അപ്പോൾ നമ്മുടെ സെൻട്രൽ, സ്റ്റേറ്റ്, അതേമാതിരി ലോക്കൽ, ഇതാണ് നമ്മുടെ ഡെമോക്രസിയുടെ 3 പില്ലർ. 3ാമത്തെ പില്ലറാണിത്. അപ്പോൾ ഭരണം അടിത്തറ ഇതുവരെ താഴ്ന്ന സ്ഥലം വരെ ഉണ്ട്. നമ്മുടെ സെൻട്രൽ മുതൽ പഞ്ചായത്ത് വരെ നമ്മുടെ ഭരണം എലക്റ്റഡ് ആണ്. അതും കൂടി ഓർക്കണം. 5 കൊല്ലാണ് അവിടെയും. സെൻട്രലിലും 5 കൊല്ലാണ് ഭരണം, സ്റ്റേറ്റിൽ 5 കൊല്ലം ഭരണം, പഞ്ചായത്തിൽ 5 കൊല്ലം ഭരണം. മനസ്സിലായില്ലേ? നോ,
അപ്പോൾ 73ാമത്തെ അമെൻഡ്മെന്റ് 1992 പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 73ാമത്തെ ഇന്ത്യൻ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം. 74 മുനിസിപ്പാലിറ്റി പറ്റിയിട്ടും മുനിസിപ്പൽ കോർപ്പറേഷനെ പറ്റിയിട്ടും 73നെ പറ്റി ഇപ്പൊ സംസാരിക്കാം, മറ്റേതിനെ പറ്റി പിന്നീട് സംസാരിക്കാം. നോക്കൂ, 73ാമത്തെ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് 1992 1992 നമ്മുടെ അതില് ഈ ആക്ടില് 29 സബ്ജക്റ്റ് പഞ്ചായത്തിനാണ് അധികാരം. 29 ഇത്, അതായത് ഏതെല്ലാമാണ്? അഗ്രികൾച്ചർ പഞ്ചായത്തിന്റെ കീഴിൽ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിൽ വരുന്ന ചില മാറ്റേഴ്സ്, 29 മാറ്റർ ഉണ്ട്. ഒന്ന്, അതിൽ അധികാരം വരികയാണ് പഞ്ചായത്തിനാണ്. അഗ്രികൾച്ചർ, ലാൻഡ് ഇംപ്രൂവ്മെന്റ്, മൈനർ ഇറിഗേഷൻ, അനിമൽ ഹസ്ബൻഡറി, ഡയറിങ്, പോൾട്ടറി, കോഴി വളർത്തല്, ഫിഷറീസ്, സോഷ്യൽ ഫോറസ്ട്രി, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ്, അതായത് ഖാദി വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, റൂറൽ ഹൗസിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, ഇതൊക്കെ നമ്മുടെ ലോക്കലി അവൈലബിൾ ആവണ്ടേ, കിണർ, ഇതൊക്കെ. പിന്നെ ഫ്യൂൽ ആൻഡ് ഫോഡർ, കന്നുകാലികൾക്ക് ഇത്. പിന്നെ റോഡ്, കൾവേർട്സ്, ബ്രിഡ്ജ്, വലിയ ബ്രിഡ്ജ് അല്ല, ചെറിയ ബ്രിഡ്ജ്. പിന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, നോൺ കൺവെൻഷണൽ എനർജി, ഓക്കെ. പിന്നെ പോവർട്ടി നമ്മുടെ ദാരിദ്ര്യ ഉന്മൂലനം ചെയ്യരുത്. ടെക്നിക്കൽ ട്രെയിനിങ്, ചിലർക്ക് അറിയാത്ത ആളുകൾക്ക് ജോലി, ഓരോ വിധത്തിലുള്ള ഓക്യുപ്പേഷണൽ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ എഡ്യൂക്കേഷൻ, പ്രൈമറി സ്കൂളിൽ നിർബന്ധപൂർവം 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷനാണ് ഭരണഘടന പ്രകാരം. അപ്പൊ പഠിക്കാത്ത കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, അതും ഇവിടെ ചുമതലയാണ്. 14 വയസ്സ് വരെ. അപ്പൊ കാരണം ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും വേണം. അപ്പൊ എഡ്യൂക്കേഷൻ, പ്രൈമറി, സെക്കൻഡറി, പിന്നെ അഡൾട്ട് ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ലൈബ്രറി, വില്ലേജിലും ഉണ്ടാവും, ലൈബ്രറിക്ക് ഉണ്ടാവും, മനസ്സിലായില്ലേ? കാരണം വായനാശീലം വളർത്തണം. വായനാശീലം വളരെ, കാരണം വായനാശീലം കമ്മിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റില്ല. വായനാശീലം വളരെയധികം അത്യാവശ്യമാണ്. വായിച്ച് നോളജ് ഇൻക്രീസ് ചെയ്യണം. കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഓരോ ആഘോഷങ്ങൾ, ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആയിക്കോട്ടെ, മുഹറം ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതൊക്കെ അന്യോന്യം ഇതൊക്കെ പിന്നെ വേണം. പിന്നെ ക്രിമിനേഷൻ, അതുമാതിരി ഹെൽത്ത്, സാനിറ്റേഷൻ, ഇത്. പിന്നെ മാർക്കറ്റ്, വില്ലേജിലെ പഞ്ചായത്തിലെ മാർക്കറ്റ് ഉണ്ടാവുമല്ലോ, വെജിറ്റബിൾ മാർക്കറ്റ്, ഓരോ പല വിധത്തിലുള്ള, ആഴ്ചയിൽ ഒരു മാർക്കറ്റ്, വെള്ളിയാഴ്ച മാർക്കറ്റ്, ചൊവ്വാഴ്ച മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫാമിലി വെൽഫെയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അതായത് കുട്ടികളുടെ ന്യൂട്രീഷൻ, ഇത് ഭക്ഷണം കൊടുക്കേണ്ടതും അതേമാതിരി പോഷകമുള്ളത് കൊടുക്കേണ്ടതൊക്കെ നമ്മളെ ട്രൈബൽ ബെഡ്സ് ഒക്കെ ഇല്ലേ, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതും, അവരുടെ ചൈൽഡ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടും സോഷ്യൽ വെൽഫെയറിനെ പറ്റിയിട്ടും, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതും, പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഓക്കെ, ദെൻ കമ്മ്യൂണിറ്റി അസറ്റ്സ്, ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഓരോ ഇതിൻ്റെ അസറ്റ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. വെൽഫെയർ ഓഫ് ദ വീക്കർ സെക്ഷനായ ആളുകളുടെ വെൽഫെയറും നോക്കുക. ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ പവറാണ്, അധികാരമാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു 73ാമത്തെ അമെൻമെന്റ് ഭരണഘടന. ഇനി ഇൻട്രൊഡക്ഷൻ. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബിക്കം ബാക്ക് ബോൺ അവർ ഡെമോക്രാറ്റിക് സെറ്റപ്പ് പറഞ്ഞു. വിത്ത് ഗ്ലോബലൈസേഷൻ there came to more initiative. പിന്നെ ഇപ്പോൾ വളരെയധികം ഇനിഷ്യേറ്റീവ്, ഗ്ലോബലൈസേഷൻ, ലോക്കൽ ഗവേണൻസ്, ഭരണം വളരെയധികം. ഇതിൽ നമുക്ക് പലരും സംഭാവനകളും, ചില ഓരോരുത്തർ പല വീടുകൾ വെച്ചു കൊടുക്കും, ഓരോരുത്തർ നല്ല കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്തു കൊടുക്കും, ചിലവരെ വില്ലേജിനെ അഡോപ്റ്റ് ചെയ്യും,
ആ വില്ലേജിന് മുഴുവൻ അങ്ങനെ ഓരോരുത്തരുടെ പൈസ ചിലവാക്കിയിട്ട് അവർ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട് പല കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി വിത്ത് ദ പാസിംഗ് ഓഫ് ദ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1992, ജില്ലാ പരിഷത്ത് പറഞ്ഞ ഡിസ്ട്രിക്ട് പഞ്ചായത്താണ് had to redefine their roles and that of analysis and facilitators of grassroots governance. അപ്പൊ അത് ഗ്രാസ് റൂട്ടിലുള്ള ഗവേണൻസ് ആണത്. നമ്മുടെ ഏറ്റവും താഴ്ന്ന ഇതിന്നാണ് നമ്മുടെ ഭരണം ഡെമോക്രസി മേപ്പെട്ടു പോകണം. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, sincere efforts need to be taken to substantially enhance the knowledge. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഉള്ള നോളേജ്, വേണ്ട സ്കിൽസ്, കേപ്പബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, അതിൻ്റെ യൂട്ടിലൈസേഷൻ, ജനങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ സേവനം കൊടുക്കാം, മാത്രമല്ല യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ പഞ്ചായത്ത് ഓർ ബ്ലോക്ക് ഓർ ജില്ലാ പഞ്ചായത്ത്, നമുക്ക് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം. സോ ഇൻ ദിസ് യൂണിറ്റ് വി വിൽ ഡിസ്കസ് ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനാബിൾഡ് ഇനിഷ്യേറ്റീവ്സ് അണ്ടർടേക്കൺ ഇൻ ദ കൺട്രി. നമ്മുടെ ഇന്ത്യയിലെ എന്തെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി വില്ലേജ് ലെവലിലും റൂറൽ ഏരിയയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു റീഓറിയന്റ് പബ്ലിക് പഞ്ചായത്തി രാജ് സിസ്റ്റംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നമുക്ക് ഏത് വിധത്തിൽ ഭരണം കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു റിഹേഴ്സലാണത്. അങ്ങനെ കൗൺസിൽ മെമ്പറായിട്ട്, വാർഡ് മെമ്പറായി, അങ്ങനെ 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 MLA ആയി, അങ്ങനെ അങ്ങനെ MLC ആയിട്ട്, അല്ലെങ്കിൽ MP ആയി, അങ്ങനെ അങ്ങനെ വരുന്ന ആളുകൾ രാഷ്ട്രീയത്തിലേക്ക്, മനസ്സിലായോ? അപ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള നമ്മുടെ പ്രാക്ടീസ് ഇത് എവിടെയാണ്? അപ്പോൾ ഡെമോക്രസിയുടെ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, സോ സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂറൽ, ഇത് നമ്മുടെ പഞ്ചായത്ത് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റവും നല്ല പഞ്ചായത്ത്, അങ്ങനെ പല 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 കാര്യങ്ങളിലും പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല ഇത് കമ്പ്യൂട്ടറൈസേഷൻ, ഡിജിറ്റലൈസേഷൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 29 സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു ഞാൻ. ഗ്രാസ് റൂട്ട് ലെവലാണ്. അപ്പൊ സ്കിൽ അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. ഇനി ചേഞ്ചിങ് റോൾ ഓഫ് PRI, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 73rd Amendment visualizes panchayats as institutions of local self-government. It devolves the powers, functions, responsibilities panchayat in respect of 29 subjects പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതില് അവരാണ് നോക്കേണ്ടതൊക്കെ. പിന്നെ ഇതിന് പുറമെ വേറെ ഇതിലില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, 1-2 കാര്യം. ജനനം, മരണം, കല്യാണം, മാരേജ്, ഇതൊക്കെ രജിസ്ട്രേഷൻ അവിടെയാണ്, പഞ്ചായത്തിലാണ്. ജനിച്ചാൽ അത്, മരണം, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ രജിസ്ട്രേഷൻ പഞ്ചായത്തിലാണ്, ശരിക്ക് വില്ലേജിൽ, നമ്മുടെ റൂറൽ ഇതിൽ. മറ്റേ ടൗണിലാണ് എന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിലായിരിക്കും, സിറ്റിയിലാണെന്ന് വെച്ചാൽ കോർപ്പറേഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ടല്ലേ നമുക്ക് ഡേറ്റ കിട്ടുന്നത്. അപ്പോൾ ഇത് കമ്പൽസറിയാണ്. മരണം, ജനനം രജിസ്റ്റർ ചെയ്യണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ജനിച്ചതിന് എന്താണ് പ്രൂഫ്? സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടുക? ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും? മനസ്സിലായില്ലേ? ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും? ഇത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ. ബെനിഫിറ്റ് എവിടെ കിട്ടും? മരിച്ച സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തല്ലേ ഡിപ്പെൻഡൻസിന്, ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് എന്തെങ്കിലും പൈസ കിട്ടും? അത് മരിച്ച സർട്ടിഫിക്കറ്റ് വേണ്ട തന്നെ. അല്ലെങ്കിൽ പെൻഷൻ, ഭർത്താവിന്റെ പെൻഷൻ ഭാര്യയ്ക്ക് എങ്ങനെ കിട്ടുക ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ? അതൊക്കെ ഇവരാണ്, പഞ്ചായത്താണ് ഇഷ്യൂ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പൊ ഇതൊക്കെ നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണ്. അവർക്ക് പവർ കിട്ടിയിട്ടുണ്ട്, ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെന്റ്, പിന്നെ സെൽഫായിട്ട് നമുക്ക് ഭരിക്കാൻ എങ്ങനെ അറിയില്ല. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഓരോരുത്തർ സ്ത്രീകളൊക്കെ, കേരളത്തിലൊക്കെ 50% റിസർവേഷൻ ഉണ്ട് സ്ത്രീകൾക്ക്. പക്ഷെ ഇതിന് പുറമെ വേറെ റിസർവേഷൻ ഉണ്ട്, SC ST, അതിന് വേറെ റിസർവേഷൻ ഉണ്ട്, അതിന് പുറമേ ഇത്. അപ്പൊ സ്ത്രീകൾ അതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു നമ്മുടെ ഭരണത്തിൽ. അങ്ങനെ അവര് ഈക്വലി കോമ്പറ്റന്റ് ആയിട്ട് നമ്മുടെ നമ്മുടെ ഇതിലായിക്കോട്ടെ, മറ്റേ സ്റ്റേറ്റ് അസംബ്ലിയിലായിക്കോട്ടെ, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ
ലോകസഭയിലായിക്കോട്ടെ രാജ്യസഭയിലായിട്ടും സ്ത്രീകളും അത് വളരെ നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഗ്രൗണ്ട് വർക്ക് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. പിന്നെ അതിന്റെ പുറമെ സോഷ്യൽ ജസ്റ്റിസ്, അതേമാതിരി ആളുകൾക്ക് നീതി കൊടുക്കുക, അതിനും സ്ത്രീകള് ഇതിനിടപെടുന്നു, വളരെ ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല എക്കണോമിക് ഡെവലപ്മെന്റ് നോക്കൂ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്താണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആരായിക്കോട്ടെ 10-20 ദിവസം ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബം ആവില്ലേ, നന്നാവില്ലേ? പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്, അപ്പൊ അത് എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലേ? ഈ പഞ്ചായത്താണ് ഇതൊക്കെ വർക്കൊക്കെ അലോക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി പെൻഷനും മറ്റിതൊക്കെ എല്ലാം കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ പട്ടിണി കിടക്കില്ല, എക്കണോമിക് ഡെവലപ്മെന്റ് ഓരോരുത്തരും ഉണ്ടാവും. അപ്പൊ സോഷ്യൽ ജസ്റ്റിസുമായി നീതി, എല്ലാവരും ഉള്ളവനും ഇല്ലാത്തവനും പിന്നെ ജീവിക്കാനുള്ള അത് അവകാശം ഉണ്ടല്ലോ ഓരോരുത്തർ. അപ്പൊ ജസ്റ്റിസ് ആൻഡ് അല്ലെങ്കിൽ പണക്കാർ മാത്രം അല്ലെങ്കിൽ നമ്മൾ മാത്രം ഉള്ളവർ മാത്രം ഭക്ഷണം കഴിച്ച് ഇല്ലാത്തുള്ള അത് സോഷ്യൽ ജസ്റ്റിസ് അല്ലല്ലോ. ആൻഡ് ഇംപ്ലിമെന്റ് ദ സ്കീം ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് നൗ സിവിൽ സൊസൈറ്റി ആക്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തില് NGOസിന്റെ ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ്. ഈ സെൻസസ്, മൃഗങ്ങള്, പശു എത്ര, കന്നുകാലികളി എത്ര, അങ്ങനെ ആന, ഇതൊക്കെ കംപ്ലീറ്റ് എണ്ണെടുക്കലുണ്ട്. അതാണ് കേരളത്തിൽ ഇത്ര ആന, ഇന്ത്യയിൽ ഇത്ര ആനകള്, ഇത്ര പുലികള്, ഇതൊക്കെ ഇല്ലേ. ഇതിന്റെ ത്രൂ പഞ്ചായത്ത് ആണ് ഇതിന്റെ കണക്കെടുക്കുന്നതെല്ലാം. അപ്പൊ അതേമാതിരി നമ്മുടെ കന്നുകാലികൾ, പശു, ഇതേമാതിരിയുള്ള ആട്, ഇത് മറ്റേതൊക്കെ ഇല്ലേ, പലതും ഇല്ലേ, അതെല്ലാം. അപ്പൊ ഇതിന് പഞ്ചായത്തിൽ അത്ര ആളുകളില്ല, പഞ്ചായത്തിന്റെ ടോട്ടൽ മാൻ പവർ സ്ട്രെങ്ത്. അപ്പോൾ ദേ ആർ ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ്. കാരണം എന്തെങ്കിലും അസുഖങ്ങള്, വാക്സിനേഷൻ, പോളിയോ, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് പോളിയോ തുള്ളി കൊടുക്കണ്ടേ? അപ്പൊ NGOസിന്റെ ഹെൽപ്പ് എടുക്കണം, അല്ലാതെ ഇല്ല. നമ്മുടെ സ്റ്റാഫ് അത്രയില്ലല്ലോ മാൻ പവർ. അപ്പൊ NGOസിന്റെ ഹെൽപ്പും കൂടെ അവർ തന്നെ പറയും, ഓരോരുത്തരോട് പറയും, വീട്ടിൽ ചെന്നിട്ട് പറയും ഇന്ന ദിവസം പോളിയോ തുള്ളി വിതരണം ചെയ്യുന്നുണ്ട്, എല്ലാ കുട്ടികളും നിർബന്ധപൂർവം പോണം. നമ്മള് വേണോ വേണ്ടേന്ന് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ചോയ്സ് ഇല്ല കേട്ടോ, വേണോ വേണ്ടേ അല്ലേ. പോളിയോന്റെ എന്താ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യും ചില സമയത്ത്. ഇന്ന് ഇന്ത്യ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ പോളിയോ. അതേമാതിരി നിങ്ങൾക്ക് അറിയാമോ, ഒരു കാലത്ത് ഈ സ്മാൾ പോക്സ് ബസൂരി എന്നുള്ള രോഗം ഉണ്ടായിരുന്നു. അത് ഇറാഡിക്കേറ്റ് ചെയ്തെങ്ങനെ വാക്സിനേഷൻ മാത്രമാണ്. അപ്പൊ വേണോ വേണ്ടേന്നല്ല, വേണ്ടെങ്കിൽ അത് അനുഭവിക്കും, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ ഇന്നലെ നാളെ. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ജനങ്ങളെ അവയർനെസ് കൊടുക്കുന്നൊക്കെ NGOസും മറ്റവരൊക്കെ കൂടിയാണ്. പോയിട്ട് നിർബന്ധപൂർവ്വം പോയിട്ട് വാക്സിനേഷൻ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, കോവിഡില് ടൈമില് പിന്നെ ആശാ വർക്കർമാര്, നമ്മുടെ എല്ലാ കുടുംബശ്രീ, ഇവരൊക്കെ ഓരോ സ്ഥലത്തും മറ്റേതൊക്കെ എന്തെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വാക്സിനേഷനൊക്കെ വേണ്ടിയിട്ട്. ഡോക്ടേഴ്സ്, നഴ്സുമാര്, എല്ലാവരുടെയും കൂടിയുള്ള കഠിന പ്രയത്നത്തിന്റെ ഫലമാണല്ലോ ഇത്. ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? കാരണം ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങളെയും കൂടി കമ്പയർ ചെയ്തത്, ഇന്ത്യയുടെ പോപ്പുലേഷൻ 2ാം സ്ഥാനമാണ് ലോകത്തിൽ. ഇത് അടുത്ത് തന്നെ 2, 3, 4 കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ നമ്പർ 1 ആവും ഇന്ത്യയിൽ, ലോകത്തില്, ചൈനയെ ബീറ്റ് ചെയ്തിട്ട്. മനസ്സിലായില്ലേ? 138 കഴിഞ്ഞു, 139 എത്തി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ ഏതാനും ഈ 2025 ആവുമ്പോഴേക്കും ചൈന പുറന്തള്ളും. അപ്പോ മഹാരോഗങ്ങളും ഇതേമാതിരിയുള്ള പല ഇതൊക്കെ വരാനിടയുണ്ട്. നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ്, ആ സമയത്തൊക്കെ ഇവരുടെ NGOസിന്റെ വളരെയധികം ഹെൽപ്പ് ഉണ്ട്. അപ്പൊ അവരെ പ്രോത്സാഹനം കൊടുക്കണം. എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ചില സമയത്ത് അവർക്കും പൈസ ചിലവാവില്ലേ, കാരണം വളരെ ദൂരത്തേക്ക് നിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും ചില സമയത്ത്. അപ്പൊ അതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നു. പിന്നെ ജനങ്ങളെ അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടി എൻഷുർ ചെയ്യണം. പിന്നെ പഞ്ചായത്തിലെ പോവർട്ടി റിഡക്ഷൻ, നമ്മുടെ ദാരിദ്ര്യം ഇത് അതും കൂടി നമ്മള് കഴിയുന്നതും പഞ്ചായത്ത് അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? അതായത് ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ,
ഒരു നേരം ഭക്ഷണം. ഈ കൊച്ചിൻ കോർപ്പറേഷനിലെ രാവിലെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, 10 രൂപ. 10 രൂപ മാത്രം. 4 ഇഡ്ഡലിയോ ചായ എന്തോ സംതിങ്, സാമ്പാറും മറ്റേ എന്തൊക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് 10 രൂപ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേമാതിരി ലഞ്ചും അത് വളരെ ചെറിയ നോമിനൽ എമൗണ്ടിൽ ഫ്രീ, ഇത്ര അഭയർക്ക് ലഞ്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണത്? അവിടെ പോയിട്ട് നമ്മൾ പണക്കാർ പോയിട്ട് തിന്നാനല്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് അവര് പോയിട്ടാണ് അത് അത്തരത്തിലുള്ള ഫെസിലിറ്റി. കാരണം അതിൽ പലരും ഡൊണേറ്റ് ചെയ്തിട്ടാണ്, സംഭാവനകൾ ചെയ്തിട്ടാണ്. ഇപ്പൊ ഉദാഹരണം നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ, അവിടെയൊക്കെ MP-മാര്, MLA-മാര്. പിന്നെ ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, അവർ മാത്രമല്ല ചെയ്യുന്നു, രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല ചെയ്യുന്നു, ചിലർ വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹത്തിന് ചിലവുന്ന പൈസ വളരെ നോർമലായിട്ട് ഓർഡിനറി വിവാഹം ചെയ്തിട്ട് അതിന്റെ പൈസ ഹോസ്പിറ്റലിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഫ്രീ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ദാനം 10 ലക്ഷം, ഇപ്പൊ നമ്മൾ കല്യാണത്തിന് 10 ലക്ഷം ചിലവാക്കിയിരിക്കുക. ആ 10 ലക്ഷം കല്യാണത്തിന് ചിലവാക്കുന്നതിന് പകരം ആ 10 ലക്ഷം ഹോസ്പിറ്റലിന് നമ്മൾ കൊടുക്കുന്നു. അവര് നമ്മുടെ പേഷ്യൻസിന്, അല്ലെങ്കിൽ അവിടെ വരുന്നവരോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്കോ ഫ്രീ ഭക്ഷണം. വളരെ വലിയ ഒരു നേരം ഭക്ഷണം കിട്ടിയാൽ തന്നെ എന്താണ് സ്ഥിതി? ഒരു നേരം ആള് മരിക്കില്ലല്ലോ, ഒരു നേരമെങ്കിലും കിട്ടാത്തവരുണ്ടല്ലോ എത്രയോ. അതേമാതിരി വേറൊരു കാര്യം കൂടി ഉണ്ട്, NGOസിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ഓൾഡ് ഏജ് ഹോം, അനാഥ ആശ്രമങ്ങള്. അവിടെ അനാഥ ആയിട്ടുള്ള ആളുകളുണ്ട്, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവിടെയൊക്കെ ദിവസം ഭക്ഷണത്തിനൊക്കെ കണ്ടമാനം എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. അതേമാതിരി അത്തരത്തിലുള്ള അസോസിയേഷൻ ചിലയിടത്ത് ഒരു കേട്ടു, കൊല്ലം അവിടെ ഏരിയയില് 2500 ആളുകൾ താമസിക്കുക, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളുണ്ട് അവിടെ. അപ്പോ ഒരു ദിവസം അപ്പൊ എത്ര ഭക്ഷണത്തെ ചിലവാക്കുന്ന ആലോചിച്ച് നോക്കുക. അത്തരത്തിലുള്ള ഗ്രേറ്റ് സർവീസ് this type of NGOs are doing to the needy persons. അവരുടെ സംഭാവന ഇങ്ങനെ മറക്കുക നമ്മൾ. ഓക്കെ, പിന്നെ ഏരിയാസ് ഓഫ് ഹെൽത്ത് പറഞ്ഞു, എഡ്യൂക്കേഷൻ പറഞ്ഞു, റോഡ്, പഞ്ചായത്ത്, ചെറിയ പഞ്ചായത്ത് റോഡുണ്ട്, ചെറിയ കൊച്ചു റോഡുകൾ. ഓക്കെ, വാട്ടർ സപ്ലൈ, അതായത് നമ്മുടെ പൈപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ, ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, വേറെ കാര്യങ്ങളൊക്കെ. ICT ഇനീഷ്യേറ്റീവ്സ് അണ്ടർടേക്കൺ ബൈ ദീസ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് പല ഇതും ഉണ്ടായിട്ടുണ്ട്, പല സ്കീം ഉണ്ടല്ലോ, ICT ഇനീഷ്യേറ്റീവ്സ്. ഇതിനു മുമ്പേ ഒരു കാര്യം കൂടി പറയട്ടെ, എല്ലാ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലും ഒരേ മാതിരി അല്ല പവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിവല്യൂഷൻ ഓഫ് പവർ എല്ലാ പഞ്ചായത്തിലും, ഓരോരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്തെല്ലാം പവർ ഉണ്ട്, ഏതെല്ലാം മേറ്റേഴ്സ് അവരുടെ കീഴിൽ വരും എന്ന് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. അപ്പൊ ഇതിന്റെ പരിധിയും ഇതൊക്കെ നിശ്ചയിക്കുന്നതും അവരാണ്. അപ്പൊ പവർ ഡെലിഗേറ്റ് ചെയ്യുന്നതും അവരാണ്. ഓക്കെ, ഇനി സോ പീപ്പിൾ, ഓക്കെ, നോട്ട് ഷെഡ്യൂൾ, ഓക്കെ, അതായിക്കോട്ടെ. ഇനി നമ്മുടെ ഡെമോക്രസി പ്രിസേർവ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, പിന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എല്ലാം അക്കൗണ്ടബിലിറ്റി ഉണ്ട്. പഞ്ചായത്ത് എന്താ ചെയ്ത്, അല്ലെങ്കിൽ ചോദിക്കും ആളുകൾ കേട്ടോ. പിന്നെ ചുമ്മാ എലക്ട് ചെയ്യില്ല, റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, റിപ്പോർട്ട് കൊടുക്കണം, മനസ്സിലായില്ലേ? പിന്നെ അറിയാലോ, കുറച്ച് വില്ലേജസ് കൂടിയതാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. 4-5 ഗ്രാമപഞ്ചായത്ത് കൂടിയതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. 4-5 ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയതാണ് ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലും പഞ്ചായത്ത് ഉണ്ട്. കേരളത്തിൽ 14 ഡിസ്ട്രിക്ട്, 14 പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ഇവിടെ പറയാനുള്ളത്, പിന്നെ യെസ്, പാർട്ട്ണർഷിപ്പ് വിത്ത് NGOs ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അക്കൗണ്ടബിലിറ്റി വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഓരോരു തന്ന സംഭാവന ഏതെല്ലാം വിധത്തില്, അതൊക്കെ അക്കൗണ്ട് ചെയ്യണം. പിന്നെ സംഭാവന സ്വീകരിക്കുമ്പോൾ ഗവൺമെന്റിനെ അറിയിക്കണം. ആരെങ്കിലും തരുന്ന സമയത്ത്
ചിലപ്പോൾ 10 ലക്ഷം തന്നു, അല്ലെങ്കിൽ 15 ലക്ഷം. ഇതെന്ത് പണമാണത്? വല്ല കള്ളപ്പണമാണോ? അല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇതൊക്കെ. കാരണം ഏതെല്ലാം ആളുകൾ ചിലപ്പോൾ കുഴപ്പത്തിലാക്കും ചില കാര്യങ്ങൾ. അറിയാമോ? ചില നമ്മുടെ നോട്ട് നിരോധനം കഴിഞ്ഞ് ഈവൻ ഗുരുവായൂർ ടെമ്പിൾ ഒരു പ്രാവശ്യം ഭണ്ഡാരം തുറന്ന സമയത്ത് മുഴുവൻ പണ്ടത്തെ നോട്ടുകൾ, ബാൻ ചെയ്ത നോട്ടുകളാണ് പിന്നെ ഭണ്ഡാരത്തിൽ കുറെ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് പരിപാടികൾ. അപ്പൊ അതേ പ്രകാരം അപ്പൊ ഈ സംഭാവന ചെയ്യുമ്പോൾ ധാരാ സംഭാവന ചെയ്ത് അതും കൂടി നോക്കണം. അല്ലാണ്ട് നമ്മളെ ചിലർക്ക് ചില ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് അതും കൂടി ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നിട്ട് കുറേ അങ്ങോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോ ഇത് എവിടുന്ന ഈ പൈസ കിട്ടുന്നത്, ഇത് ആരാണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്താണ്, അതും കൂടി അറിയണം. കാരണം അപ്പോ ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണത്. അതേമാതിരി പഞ്ചായത്തിലും അതേമാതിരിയൊക്കെ ചെയ്യണം എന്ന് പറയാണ് കേട്ടോ. ഇനി ഗുഡ് ഗവേണൻസിന് ഈ പ്രധാനപ്പെട്ട വേറൊരു കാര്യം നോക്കൂ. സിവിൽ സൊസൈറ്റി ആക്ടിവിറ്റി പറഞ്ഞു, പോവർട്ടി പറഞ്ഞു, ഹെൽത്ത് പറഞ്ഞു, എഡ്യൂക്കേഷൻ പറഞ്ഞു, വാട്ടർ സപ്ലൈ, റോഡ് എല്ലാം പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നില്ല. ചിലപ്പോ പഞ്ചായത്തുകളിൽ നടക്കുന്ന, പക്ഷെ പിന്നെയും നമ്മുടെ സ്റ്റേറ്റിലൊക്കെ എത്രയോ ഭേദമാണ്. പക്ഷെ മറ്റുള്ള ചില സംസ്ഥാനങ്ങളില് പഞ്ചായത്ത് എന്താ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അഴിമതികളുണ്ട്, ഓഡിറ്റ് നടക്കുന്നില്ല, ഫണ്ട് ഡൈവേഴ്സ് ചെയ്യുന്നുണ്ട്, മിസ് യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് ഒരു സോഷ്യൽ ഓഡിറ്റ്, ജനങ്ങളുടെ പൈസയാണ്. അപ്പൊ ഇതിനെല്ലാം സോഷ്യൽ ഓഡിറ്റ് വേണം. ഈ പൈസ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്തു, എവിടെ റോഡ് പണിത്, അതേമാതിരി റോഡ് ടാറിട്ടോ, കൾവെട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയോ, അതേമാതിരി വാട്ടർ സപ്ലൈ കുഴി കുത്തി പൈപ്പിട്ടു വെള്ളം വന്നോ, പൈപ്പിട്ടാൽ മാത്രം മതിയോ, വെള്ളം വേണ്ടേ, അങ്ങനെയുണ്ട് പലതും. ഇപ്പൊ ഞാനൊക്കെ പറയാം, എൻ്റെ ഈവൻ 40 വർഷം മുമ്പ് ഇട്ട പൈപ്പാണ്, ഇതുവരെ വെള്ളം വന്നില്ല അവിടെ എൻ്റെ വില്ലേജിൽ. ഓക്കെ, ഞാൻ പഠിക്കുന്ന കോളേജെല്ലാം പഠിച്ച് ഞാൻ ഇത് പറയണ്ട, ജോലിക്ക് പോണ സമയത്ത് പോലും ആ പൈപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ, ഇതുവരെ അതിലൊരു വെള്ളം വന്നിട്ടില്ല. അങ്ങനെയുണ്ട് സംഭവം. ഇങ്ങനെ ഇട്ടിട്ട് കാര്യമല്ലല്ലോ, കുഴിയും കുത്തിയിട്ട് പൈപ്പ് ഇട്ടിട്ട് അതിൽ വെള്ളം വന്നില്ലെങ്കിൽ എന്താ പറയുന്നു. അപ്പൊ അതും കൂടി അത് അക്കൗണ്ടബിലിറ്റി വേണം, അല്ലെങ്കിൽ ചെയ്യരുത്. ഓക്കെ, ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പൈസ അല്ലേ ഇതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എത്രയോ, ഇപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, എത്രയോ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആരും നമ്മൾ കുറ്റം പറയല്ല. ഇത് കാരണം എന്താ പറയുക, നമ്മൾ ഓരോരോ പൈസ ചെലവാക്കുന്നത് ജനങ്ങളുടെ പൈസയാണ്. അപ്പൊ അതുകൊണ്ട് അക്കൗണ്ടബിലിറ്റി വേണം, സോഷ്യൽ ഓഡിറ്റ് വേണം, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അപ്പൊ സോഷ്യൽ ഓഡിറ്റ് ചിലപ്പോ നടക്കുന്നില്ല, അത് നടത്തണം. ഇനി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ICT in Panchayat Raj institution. ICTs can improve local self-governance of Panchayat Raj institution in 3 ways. 3 വിധത്തില്. അതായത് പിന്നെ it creates efficiency benefits in the policy cycle by acquisition, transfer and management of complex policy information and data. It helps in decision. അതായത് എന്താണ് പറയുന്നത് അറിയോ, തേർഡ് ടയർ ഗവൺമെന്റ് ആണ് പഞ്ചായത്ത്. അപ്പൊ ഇവിടെ നീഡ് ഓഫ് ICT ഇന്റർവെൻഷൻ, നീഡ് ഓഫ് ICTയില് ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, നോക്കൂ, ഡാറ്റ ജനറേഷൻ. നോക്കൂ, അവിടുത്തെ ഒരു വില്ലേജിലെ പോപ്പുലേഷൻ എത്ര, വാർഡിലത്തെ പോപ്പുലേഷൻ എത്ര, അതറിയാതെ എങ്ങനെ ഇലക്ഷൻ നടത്തുക? ജനങ്ങളുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടല്ലേ വാർഡ് ഫിക്സ് ചെയ്യണം. വാർഡ് അങ്ങനെയാണല്ലോ, ഓരോന്ന് എത്ര വാർഡ് ഇതനുസരിച്ചിട്ടല്ലേ. ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷനില് 70-75 എന്തോ വാർഡ് ഉണ്ട്. അതേപോലെ ട്രിവാൻഡ്രത്തില് എത്ര 50-60 എന്തോ സംതിങ് ഉണ്ട്. അങ്ങനെ വാർഡ് എങ്ങനെ പോപ്പുലേഷൻ ബേസിസിലാണ്. നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലിയിലെ സീറ്റും അതേമാതിരിയാണ്. പാർലമെന്റിലെ ലോകസഭയുടെ സീറ്റും പോപ്പുലേഷന്റെ ബേസിസിലാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതിന്റെ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്ത ICT നമ്മുടെ ഡാറ്റാ ബേസ്. അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് മൃഗങ്ങള്, ജനങ്ങളുടെ ഇത്, അതിന്റെ പുറമെ കുട്ടികൾ എത്ര, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എത്ര, സ്ത്രീകൾ എത്ര, ഓൾഡ് ഏജ് എത്ര, ഏജ് ആളുകൾ എത്ര, വിധവ ആളുകൾ എത്ര, ഇതൊക്കെ ഡാറ്റ ഇതല്ലേ വിരലെടുക്കുന്നത്. മരണം എത്ര, പിന്നെ കുട്ടികളുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി, ജനിക്കുമ്പോ കൊച്ചുകുട്ടികൾ മരിക്കുക, മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർട്ടാലിറ്റി, ഓക്കെ, അതിന്റെ ഡാറ്റ വേണ്ടേ. പിന്നെ
ഇത് പോഷക ഇത് എന്താണ് പറയാ, ന്യൂട്രീഷ്യ ഫുഡ് ഇല്ലാതെ മരിക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ വയനാടല്ല, നമ്മുടെ അട്ടപ്പാടിയൊക്കെ നമുക്ക് കാണാം. കുട്ടികളിൽ ചില സമയത്ത് മതിയായ ശരിക്കുള്ള ഭക്ഷണം, അതായത് പ്രോപ്പറായ ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടാതെ. അപ്പൊ ഇതിന്റെ ഡേറ്റ കളക്ഷൻ ഫ്രം വേർ യു ആർ ഗെറ്റിംഗ് ത്രൂ ഇതെല്ലാം കമ്പൈൽ ചെയ്യണം. അതിന് ICT വിൽ ഹെൽപ്പ്. ഓക്കെ, ദെൻ പിന്നെ ഇതിന്റെ കൺസോളിഡേറ്റ് ചെയ്യണം. പിന്നെ മോർട്ടാലിറ്റി റേറ്റ്, മരണം എത്രയാണെന്ന് ചില സമയത്ത് നമുക്കറിയില്ല. അൺനോൺ റീസണില് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ചില ഏരിയയില്. നമുക്കറിയില്ല എന്താ സംഭവം. ആളുകള് ചിലപ്പോൾ നമുക്കറിയില്ല എന്താ സംഭവം, എന്താണ് അതിന്റെ അസുഖം, എന്താണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും പലതും. ഇതെല്ലാം ഡാറ്റ കളക്ട് ചെയ്യണം. എന്നിട്ട് ഹെൽത്ത് മിനിസ്ട്രിയോ വേറെ എന്തെങ്കിലും എവിടേക്കാണെങ്കിൽ കൺസേൺ ആളുകൾക്ക് ഇത് അയക്കണം. ഇതെല്ലാം അറിയണം. ചിലപ്പോൾ റിസർച്ച് ചെയ്യേണ്ടി വരും. എന്താണ് അറിയോ, ചില അസുഖങ്ങൾ റയറാണ്. അപ്പൊ നമ്മുടെ നീഫ ഇത് നമ്മുടെ ആദ്യം കോഴിക്കോട് എന്താ വന്ന് പണ്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ചില സമയത്ത് റിസർച്ച് ചെയ്യേണ്ടി വരും, അതിന്റെ മെഡിസിൻ കണ്ടുപിടിക്കേണ്ടി വരും. അതുമാതിരി കോവിഡിന് മരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ഇതെന്താണ് സംഭവം എന്ന്. ഇതാ മങ്കി പോക്സ്, മനസ്സിലായില്ലേ, ഇത് പണ്ടുണ്ടായിരുന്നല്ലേ, ഇപ്പൊ ഇതാ വരുന്നു. അപ്പൊ അത് കണ്ട് നമുക്ക് അതനുസരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഈ ഡാറ്റ കളക്ഷൻ ഈസ് വെരി 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 എസെൻഷ്യൽ. സോ പിന്നെ റേറ്റ് ഓഫ് ഫെർട്ടിലിറ്റി റേറ്റ്, ജനനം, അതായത് ചിലപ്പോ മക്കളുണ്ടാവില്ല. അതേമാതിരി ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഡാറ്റ എത്ര, ചില സമയത്ത് രക്ഷിതാക്കന്മാർക്ക് ഉള്ള ഇതെന്താണ് കാരണം, അതിനുള്ള എന്താണെന്ന് വെച്ചാൽ നെസസറി ഹെൽപ്പ് ഗവൺമെന്റ് സൈഡിൽ നിന്ന്, ഇവിടുന്ന് പഞ്ചായത്ത് ഒക്കെ അത് ചെയ്യുക. പിന്നെ അപ്പോൾ ഈ എക്കണോമി, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഇത് വന്നു. പിന്നെ അടുത്തത് ദി ഫോളോയിങ്, ഇതെല്ലാം മോണിറ്റർ ചെയ്യണമെന്ന് അർത്ഥം. പിന്നെ നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി ഉണ്ട്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഉണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇതൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. എന്നിട്ട് കാരണം ഇത് ഗവൺമെന്റ് പുട്ടപ്പ് ചെയ്ത് വേണ്ട റെമഡിയൽ സ്റ്റെപ്പ് എടുക്കണം. The following four aspects can be delineated pertaining to the role of ICTs in government of Panchayati Raj institutions. ഇവിടെ പറയുന്നത് നമ്മളൊരു എംപവർമെന്റ് ഓഫ് പീപ്പിൾ അല്ലെ, അതാണല്ലോ ഇപ്പൊ ചെയ്യുന്നത് നമ്മളെ ഈ ഭരണം. ആസ് ഇറ്റ് എനേബിൾസ് ദം വിത്ത് വൈഡർ പാർട്ടിസിപ്പേഷൻ പറഞ്ഞു. പ്ലാനിങ് വേണം. ഒരു പഞ്ചായത്തില് അടുത്ത 5 കൊല്ലം എന്താ ചെയ്യാൻ പോണം, എന്നിട്ട് പ്ലാനിങ്, അത് കഴിഞ്ഞിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. പ്ലാനിങ് ചെയ്താൽ നമ്മൾ മിടുക്കന്മാരാണ്, പ്ലാനിങ്ങിന് ഇംപ്ലിമെന്റ് ചെയ്യില്ല. നമ്മൾ അങ്ങനെ ബ്രിഡ്ജ് കിട്ടും, മറ്റേത് കിട്ടും. ഈ 40 കൊല്ലം കഴിഞ്ഞാൽ ബ്രിഡ്ജ് കിട്ടില്ല. ഓക്കെ, ഒരു റോഡ്, ചെറിയ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. ഞാൻ ചില പല സ്ഥലങ്ങളിൽ ഞാനൊക്കെ പോണ സമയത്ത് 10 കൊല്ലം മുമ്പേ ഗ്രാൻഡ് ചെയ്തായിരിക്കും കോൺക്രീറ്റ്, അവിടെ നിന്ന് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ കിടക്കണ്ട അവിടെ, മനസ്സിലായില്ലേ. അപ്പോൾ പ്ലാനിങ്ങിന് നമ്മൾ മിടുക്കന്മാരാണ്, പക്ഷെ ഇംപ്ലിമെന്റേഷനിൽ പൂർ ആൻഡ് എന്ന് വെച്ചാൽ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പ്ലാനിങ് ചെയ്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, വേണ്ടേ. പിന്നെ വേറെ കാര്യം, പ്ലാനിങ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്താ പ്രശ്നം അറിയോ, ഇന്നത്തെ കോസ്റ്റ് ആവില്ല, നാളെ പെട്ടെന്ന് ഇതിന്റെ എക്സ്പെൻഡിച്ചർ ഡബിൾ ആവും. നോക്കൂ, ഇന്ത്യൻ റുപ്പീസ് നോക്കൂ, ഡോളറിന്റെ അതേമാതിരി അതിന്റെ വാല്യൂ ഇതൊക്കെ ഇല്ലേ. അപ്പൊ അതനുസരിച്ച് നമുക്ക് പൈസയുടെ വാല്യൂ, അപ്പൊ ഇന്ന് ചെലവാക്കുന്നതും 4 കൊല്ലം കഴിഞ്ഞ് ചെലവാക്കുന്നതും നമ്മൾ മൾട്ടിപ്ലൈ, ഒരു പെട്ടി പൈസ നമുക്ക് ചെയ്യേണ്ടി വരും, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഡബിൾ പൈസ പിന്നീട് ഇൻകർ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഈസ് വെരി എസെൻഷ്യൽ. ട്രാൻസ്പെറൻസി പറയണ്ടല്ലോ, പ്രോബിറ്റി ബൈ എക്സിബിറ്റിംഗ് ദ ട്രാൻസാക്ഷൻ. എന്ത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്യുക. അതുമാതിരി നിങ്ങളെ മറ്റുള്ളവർക്ക് മാർഗദർശനം കൊടുക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തി മറ്റുള്ളവരും അതേ പ്രകാരം ഫോളോ ചെയ്യണം. അല്ലാണ്ട് എനിക്ക് സാധനം കിട്ടി, ചേറങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന എനിക്ക് എന്ത് തോന്നിവാസം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒക്കെ നടക്കുന്ന പരിപാടികൾ. അത് തെറ്റാണ്, മനസ്സിലായോ. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ജനങ്ങൾക്കും ലോക്കൽ സെൽഫ് ഗവൺമെന്റിലും
എന്തെല്ലാം നമ്മളാൽ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് ചെയ്താൽ അതിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിലും കിട്ടില്ല. യെസ്, ജനങ്ങൾ എന്നും നമ്മൾ പണ്ടൊക്കെ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈവൻ ഔട്ടർവേർഡ്സ് ഓൾസോ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് റോഡിൽ കൂടെ പോണ സമയത്ത് അദ്ദേഹത്തിന് ആദരവോട് കൂടി നോക്കും. കാരണം അയാള് സത്യസന്ധതയോടുകൂടി നല്ല ജനങ്ങളുടെ ഇതിനു വേണ്ടിയിട്ട് ആളുകൾ വളരെ ആദരവോട് കൂടി നോക്കും. ഇന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റ് വഴി കൂടെ നടക്കുമ്പോഴോ എന്തിനു കാരണം? ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞാൽ വളരെ നല്ലവരുണ്ട്, കഴിവുള്ളവരുണ്ട്. അതിപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിറ്റി ആയാലും ശരി. ടീച്ചേഴ്സ് ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്. ടീച്ചർ എന്ന് പറയുന്നത് ഗുരുവാണ്. മാതാപിതാ ഗുരു ദൈവമല്ലേ. പക്ഷേ ഇന്നത്തെ ബഹുമാനം നോക്കൂ, എവിടെ നിൽക്കണം? ബഹുമാനിക്കുന്നില്ല എന്നല്ലല്ലോ ഞാൻ പറയുന്നു. പക്ഷേ ചിലപ്പോൾ ടീച്ചേഴ്സ് അത് അർഹിക്കുന്നില്ല. അതിൻ്റെ കാരണം ടീച്ചർ ഷുഡ് നോ വാട്ട് ഈസ് ടീച്ചിങ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ചില പ്രത്യാഘാതങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ. പിന്നെ അതേമാതിരി മോഡേൺ ഇത് ചില സമയത്ത് വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ച് മനുഷ്യനും ചേഞ്ച് ആവണം. ചില സമയത്ത് ദർ ഷുഡ് നോട്ട് ബി എനി റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പോൾ ചില സമയത്ത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ പണ്ടത്തെ ഓരോ പൊസിഷനിൽ ഇരുന്ന ആളുകളെ ആണ് ഞാൻ ഉദാഹരണം പറയുകയാണ്. നമ്മൾ ദർ ഈസ് എ കോളേജ് നിയർ ബൈ, ഇവിടെ അല്ല, കുറച്ച് ഒരു മണിക്കൂർ അപ്പുറം ഇവിടുന്ന്, കൊച്ചിന്ന്. ആ പ്രിൻസിപ്പള് after his retirement, when I was regional head, he was working under me as a principal of a MBA college. പക്ഷെ അവിടെ അദ്ദേഹം 15 കൊല്ലം അവിടുത്തെ കോളേജിന്റെ പ്രിൻസിപ്പൾ. ആ കോളേജ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് കോളേജാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ആ കോളേജിന്റെ 15 കൊല്ലത്തെ പ്രിൻസിപ്പളാണ് അയാൾ. ആ ആള് പിന്നീട് റിട്ടയർമെന്റിന് ശേഷം ഞാൻ MBA കോളേജ് 10-16 MBA കോളേജിന്റെ റീജിയണൽ ഹെഡ് ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു. പിന്നീട് റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹത്തിന്റെ കഴിവാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം അദ്ദേഹം ഞാൻ ഒരു വിസിറ്റിന് പോയപ്പോൾ, ഒരു സെൻട്രൽ വിസിറ്റ് പോയ സമയത്ത് ഹി ഇൻവൈറ്റഡ് മീ ഫോർ എ ബ്രേക്ക്ഫാസ്റ്റ് ഓർ സംതിങ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഹീസ് എ റിനൗണ്ട് പേഴ്സണാലിറ്റി. യു വിൽ ബി സർപ്രൈസ്. ഇദ്ദേഹം ഒരു റോഡിൽ കൂടെ ഈവനിങ് വാക്കോ മോർണിംഗ് വാക്കോ നടക്കുന്ന സമയത്ത് കണ്ട ആളുകൾ മുഴുവൻ തൊഴുകയാണ്. അത്ര റെസ്പെക്റ്റാണ് അദ്ദേഹത്തിന്. അയാൾ അറിയാത്ത ആളുകളും ഇല്ല. കാരണം ഒന്നാമത് റിനൗണ്ട് കോളേജാണ്, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഓൾഡസ്റ്റ് ആണ്. അപ്പം അപാരമായ ഒരു കഴിവില്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾ ആവാൻ പറ്റില്ല. അയാളെ പഠിപ്പിച്ച കുട്ടികളാണ് ഇന്ന് പല പദവിയിൽ ഇരിക്കുന്നത്. നമ്മുടെ ജഡ്ജ് അടക്കം, സുപ്രീം കോടതി ജഡ്ജ് അടക്കം. മനസ്സിലായില്ലേ? അപ്പോൾ അയാളുടെ വഴി കൂടെ നടക്കുന്ന സമയത്ത് അത്ര ആദരവാണ്. അപ്പൊ ഇതൊക്കെയാണ് പറയുന്ന ഓരോ നമ്മളെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് നമ്മൾ എവിടെ ഇരിക്കുന്നു ആ ചെയറിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ച കുഴപ്പമില്ല. അതാണ് ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ എത്രയോ ശോഭിച്ച ആളുകളുണ്ട്. അത് മറക്കരുത്. അല്ലാതെ നമ്മള് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ സെർവ് ചെയ്യുന്നില്ല. സോ ഇൻക്രീസ് എഫക്റ്റീവ്നെസ് ഷുഡ് ബി ദ, എഫിഷ്യൻസി ഷുഡ് ബി ദ, ആൻഡ് ഗവൺമെന്റ് സഹായമായ, ഗവൺമെന്റിന് പ്രയോജനമായ അവരുടെ ഓരോരോ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം. പിന്നെ കോർഡിനേഷൻ വളരെ നല്ലതായിരിക്കണം. കോർഡിനേഷൻ പറഞ്ഞാൽ എന്താണ്? ഒരു പഞ്ചായത്തിൽ പലരുമായിട്ട് എഞ്ചിനീയേഴ്സ്, റവന്യൂ കളക്ഷൻസ്, അങ്ങനെ പല വിങ് ഉണ്ട്. അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. ഫങ്ഷണൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിനെല്ലാം നമ്മൾ. പിന്നെ ഓരോ പഞ്ചായത്തിലും സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി എലക്റ്റഡ് അല്ല, അത് ഗവൺമെന്റ് അപ്പോയിന്റഡ് ആണ്. അദ്ദേഹമാണ് നോർമലി ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത്, അതായത് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. അല്ലാണ്ട് അയാൾക്ക് വേറെ പവർ ഇല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വേറെ. പക്ഷെ ഈയിടെ എലക്റ്റഡ് അല്ല, അപ്പോയിന്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ യെസ്, അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു ഞാൻ പറഞ്ഞു. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതെന്നും മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു, ഇതെല്ലാം അനിവാര്യമാണ്. ഓക്കെ. പിന്നെ അടുത്ത്
ICT in public PRI ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയാസ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വേറൊരു ഘടകം, പ്രത്യേകം നമ്മളൊരു അതായത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ICT ഇൻ പഞ്ചായത്ത് രാജ് സിസ്റ്റംസ്. അതുകൊണ്ട് നമ്മളെ വല്ല ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യണം, ജനങ്ങളായിട്ട് വളരെ നല്ല ഇത് അവർക്ക് സേവനങ്ങൾ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് എന്ത് തീരുമാനം എടുക്കുന്നോ നമ്മളൊരു ഏജന്റാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇപ്പോൾ ഡിസ്ട്രിക്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ എന്തെങ്കിലും പോളിസി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജന്റാണ് നമ്മുടെ പഞ്ചായത്ത്. ഓക്കെ, സോ ICT ഇന്റർവെൻഷൻ ക്യാൻ ഫെസിലിറ്റേറ്റ്. അപ്പൊ ICT കൂടെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഷെയറിംഗ് ഓഫ് നോളജ് ഈ ICT കൂടെ സാധിക്കും. നമ്മുടെ നോളജ് ഓരോരുത്തർക്കും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, അതായത് പെട്ടെന്ന് നമുക്ക് ഓരോരോ ഇത് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, അത് കൊടുക്കില്ല, ലൈസൻസ് കൊടുക്കില്ല, വേറൊന്നും കൊടുക്കില്ല പഞ്ചായത്തിന്റെ, ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മളെ ICT കൂടെ ഇത് ചെയ്യും. എക്കണോമിയാണ്, അധികം പൈസ ചെലവില്ലാത്ത കാര്യങ്ങളാണ് ചിലത്. പിന്നെ റിലയബിലിറ്റി ഉണ്ട്, വളരെ റിലയബിൾ ആണ് ഈ കമ്പ്യൂട്ടർ സ്റ്റോറേജ് മറ്റേതൊക്കെ. പിന്നെ വേറൊന്ന് പിന്നെ എംപവർമെന്റ്, അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ. ഓക്കെ, ഓപ്പൺനെസ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഇംപ്രൂവ് ലോക്കൽ ഗവൺമെന്റ് സർവീസ്. പെട്ടെന്ന് ഇപ്പൊ നോക്കുള്ളൂ, നിങ്ങളെ ജസ്റ്റ് ഗോ ടു ഗുരുവായൂർ ടെമ്പിൾ, ഒരു വൺ എക്സാമ്പിൾ ആയി ജസ്റ്റ്. അല്ലെങ്കിൽ ഇപ്പൊ മിന്നാന്ന് തന്നെ 240 മാരേജ് ആണ് ഗുരുവായൂർ നടന്നത്, 246. ഈ ആളുകൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം, അപ്പുറത്ത് ഇല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ മിക്കവാറും അവിടെ തന്നെ, അവിടെ ഗുരുവായൂർ ദേവസ്വം ഇതുണ്ട്, അവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റി അവിടെ രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പയ്യന്റെ സൈഡിൽ നിന്നും പെൺകുട്ടിയുടെ സൈഡിൽ നിന്നും ഈ രണ്ടാൾ വേണം, ഒന്ന് പെണ്ണും ആണും, അതേ വേഷത്തിൽ പോകും. അത് കഴിഞ്ഞിട്ട്, കാരണം അവര് പ്രൂഫ് അവിടെ വേണം, ഫോട്ടോ വേണം, ഫോട്ടോ എടുക്കണം അവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വിറ്റ്നസ് വേണം. അപ്പൊ ഒരാള് പയ്യനൊരു വിറ്റ്നസ്, പെണ്ണിനൊരു വിറ്റ്നസ്, മനസ്സിലായില്ലേ? അപ്പൊ അത് വേണം. അത് അച്ഛനായ പോരാ, അച്ഛൻ മകന് വേണ്ടിയിട്ട് അച്ഛൻ, അങ്ങനെയല്ല, വേറെ ഒരാള്. അപ്പൊ അത് പോയിട്ട് അവിടെ നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് റൊട്ടേഷനിൽ, കാരണം എത്രയോ ആൾക്കുണ്ട്, എത്രയോ ആളുകൾ വരുമല്ലോ. അപ്പൊ അതിനൊക്കെ എന്നിട്ട് സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കും. അല്ലെങ്കിൽ പറയും 3-4-5 ദിവസം കഴിഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞാൽ മതി സർട്ടിഫിക്കറ്റ്. ചെറിയ നോമിനൽ എമൗണ്ട് ഉണ്ട് ഗവൺമെന്റിന്റെ, മനസ്സിലായില്ല? പക്ഷെ അത് അനിവാര്യമാണ്, മാരേജ് ചെയ്തു എന്നുള്ളതിന് പ്രൂഫാണ്. പിന്നെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂരിൽ ഞാനിത് പറയുന്നത് ഈ ടേക്ക് അതർ ചർച്ച ആയിക്കോട്ടെ, വേറെ എവിടെ ആയിക്കോട്ടെ, ഞാൻ പറയുന്ന ഈ ഗുരുവായൂർ എന്ന് പറയുന്നത്, ഡോണ്ട് തിങ്ക് ദാറ്റ് ഹിന്ദുവിന്റെ ഒരു ടെമ്പിളിനെ പറ്റി പറഞ്ഞു. അത് ചർച്ചിലാണെച്ചാലും ശരി, ചർച്ചിൽ തരുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് അവിടുന്ന് ഗുരുവായൂർ ഒരു റെസിറ്റ് കിട്ടും. ആ റെസിറ്റ് കൊണ്ടാണ് ഇത് നമ്മൾ രജിസ്ട്രേഷൻ വരുന്നത്. അതായത് അവിടെ വിവാഹം ചെയ്തു എന്നുള്ള പ്രൂഫ്. അങ്ങനെ ചർച്ചയായാലും ശരി അതേമാതിരിയാണ് ഓരോരോ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ അനിവാര്യമാണ്. അപ്പൊ ഇതൊക്കെ ത്രൂ കമ്പ്യൂട്ടറൈസേഷൻ ഇറ്റ് വെരി ഈസി. നിങ്ങൾ ആലോചിച്ച്, കമ്പ്യൂട്ടറിൽ ഇതെല്ലാം എഴുതണ്ടേ? ഹലോ, ഈ 236 ഒരു ദിവസത്തെ കല്യാണം, പിറ്റേ ദിവസം അതേ പ്രകാരം ഇവരുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് കൈ കൊണ്ട് എഴുതി വരുമ്പോൾ എത്ര സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ സർട്ടിഫിക്കറ്റ് ഒരൊറ്റ ദിവസത്തെ 236ന്റെ 246 ആളെ മിന്നാന്നിട്ട്, അപ്പൊ 246 ആളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ എത്ര സമയം പിടിക്കും? ഒന്ന് ആലോചിച്ചോളൂ, എഴുതി കാണിച്ചാൽ. അപ്പൊ നോക്കൂ, ICT കംപ്ലീറ്റ് അങ്ങോട്ട് ഫീഡ് ചെയ്ത വെറും പേര്, അത് ഇത് ഇതാ സർട്ടിഫിക്കറ്റ് വന്നു, മനസ്സിലായ? അങ്ങനെ ഇതാണ്. അപ്പൊ പഞ്ചായത്തിലോ ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇങ്ങനെ. അപ്പൊ ഇംപ്രൂവിങ് ദ സിസ്റ്റം, ഗവൺമെന്റ് സർവീസ് ഡെലിവറി, അതേമാതിരി പബ്ലിക്കിന്റെ ഫീഡ്ബാക്ക് വളരെ നല്ലതായിട്ട് വരണം. ഓക്കെ, പിന്നെ ബെറ്റർ മാനേജ്മെന്റ് ആയിരിക്കണം അതേമാതിരി. യെസ്, അപ്പൊ ലോക്കൽ ലെവലിൽ വളരെയധികം പ്രയോജനപ്പെടുന്നു. ഇനി പാർട്ടിസിപ്പേറ്ററി, പിന്നെ യെസ്, ഓക്കെ, ടാക്സേഷൻ, നികുതി. പാർട്ടിസിപ്പേറ്ററി പറഞ്ഞല്ല, ഇതെങ്ങനെയത് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് എങ്ങനെ അറിയോ? നമ്മുടെ കുറച്ച് ഗ്രാമങ്ങള്, കൊച്ചു ഗ്രാമങ്ങൾ ചേർന്നാണ് ഒരു ചെറിയ അനവധി ഗ്രാമങ്ങളുണ്ട്, അത് കൂടിയതാണല്ലോ ഒരു വില്ലേജ്. അപ്പൊ ഇതൊക്കെ ഒരു വാർഡോ അതേമാതിരിയുള്ള ഇതാണ് കൊച്ചു ഇത്. അപ്പൊ അതിലത്തെ ജനങ്ങളൊക്കെ കൺസൾട്ട് ചെയ്ത് അവരുടെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് പഞ്ചായത്തിന്റെ പ്ലാനിങ് ഉണ്ടാക്കണം. എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം ബ്ലോക്കിലേക്ക്. ബ്ലോക്ക് ഡിസ്ട്രിക്ട് സെന്റർ ഇവിടേക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് കഴിയും. ഡയറക്ടർ പഞ്ചായത്ത് രാജ് സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോ അത് പാർട്ടിസിപ്പേറ്ററി ആണ്. പിന്നെ വേറെ ടാക്സേഷൻ, നികുതി. ഏതൊക്കെ നികുതി?
വീട്ടിന്റെ നികുതി, മൃഗങ്ങള്, അതേമാതിരിയുള്ള പല 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 ഇതിന്റെ നികുതികളൊക്കെ ഉണ്ട്. ആനയ്ക്ക് നികുതി ഉണ്ട്. അപ്പൊ ഇതേമാതിരിയുള്ള ഒക്കെ അങ്ങോട്ടാ പോണം. പിന്നെ വെഹിക്കിൾസ്, ഓക്കെ, മാരേജ്, ഓക്കെ, ഇത് എന്റർടൈൻമെന്റ്, സിനിമ, തിയേറ്ററിന്റെ ഇതിന്റെ ടാക്സ് ഒക്കെ കളക്ഷൻ അവരാണ്. ഷോപ്പ്, അതിന്റെ ലൈസൻസ്, ഷോപ്പ് ട്രേഡ് ലൈസൻസ് അവർക്കാണ് പോകുന്നത്. അല്ലാണ്ട് അവർക്ക് റവന്യൂ വേണ്ടേ? ഇത് ഓടിക്കേണ്ടത് ഗവൺമെന്റ് വളരെ കമ്മിയായിട്ടാണ് ഗ്രാന്റ് കൊടുക്കുന്നത്. അതൊന്നും സഫീഷ്യന്റ് അല്ല ശരിക്കും പഞ്ചായത്തിന്. all our panchayat municipality is facing due to because of fund shortage. മറക്കരുതേ. അതുകൊണ്ട് അവരുടെ പ്ലാനിങ് വളരെയധികം സീരിയസ്ലി അഫക്റ്റഡ് ആണ്. പൈസ ഗവൺമെന്റിന് കൊടുക്കാൻ ചിലപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ കയ്യിൽ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യണം വെച്ചാൽ ചില സമയത്ത് അതുണ്ട്. പിന്നെ ട്രെയിനിങ് നോക്കൂ, ഓരോ കാര്യത്തിന് സ്കിൽ ട്രെയിനിങ്, മറ്റേ ആളുകൾക്ക് പല ട്രെയിനിങ് കൊടുക്കണ്ടേ? അതും പഞ്ചായത്ത് കൊടുക്കുന്ന ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് തന്നെ ഏത് ജോബാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് കൊടുക്കണ്ടേ? ഇനി അപ്പോൾ എംപവറിങ് പീപ്പിൾ, ട്രാൻസ്പെറൻസിയെ പറ്റി പറഞ്ഞു, ഇൻക്രീസ് എഫക്റ്റീവ്നെസിനെ പറ്റി പറഞ്ഞു, കോർഡിനേഷനെ പറ്റി പറഞ്ഞു. ഇനി അപ്ലിക്കേഷൻ ഏരിയാസ്. ഇനി പറയാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ നമ്മുടെ ഈ പഞ്ചായത്ത്, ഓക്കെ, അവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻഡ് ബൈ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ഹൈദരാബാദ്. അവര് 450 ഗ്രാമപഞ്ചായത്തില് ഇത് ഇപ്പൊ അതെല്ലാം കൂടിയുണ്ട്, ഇത് പണ്ടത്തേന്. അപ്പൊ ഈ പഞ്ചായത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ആന്ധ്രാപ്രദേശില്. സോ 30 മെയിൻ മോഡ്യൂൾസ് ഉണ്ട്, അതില് 150 സബ് മോഡ്യൂൾസ് ഉണ്ട്, 30 സെക്ടറൽ ഫങ്ഷൻസ് ഉണ്ട്. ഓരോരോ ഗ്രാമപഞ്ചായത്തില് എന്ത് ചെയ്യണം, ഓരോരോ മോഡ്യൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് മോഡ്യൂൾ. പെട്ടെന്ന് ആളുകൾക്ക് ഫെസിലിറ്റീസ് വിതരണം ചെയ്യാനും എല്ലാം ഈ സോഫ്റ്റ്വെയർ മുഖാന്തരം നമ്മൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ ജനങ്ങളുടെ നീഡ് അനുസരിച്ച് ഇതെല്ലാം അവിടെ ചെയ്യുന്നു, അതായത് ഈ പഞ്ചായത്തിൽ. അപ്പൊ സോഫ്റ്റ്വെയർ അതിന് വേണ്ടിയിട്ട് ആൾറെഡി ഇനീഷ്യലി 450 ഗ്രാമപഞ്ചായത്തില്, അത് കഴിഞ്ഞിട്ട് 30 മെയിൻ മോഡ്യൂൾസ് അവരുണ്ടാക്കിയിട്ടുണ്ട്, 150 സബ് മോഡ്യൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, 30 സെക്ടറൽ ഫങ്ഷൻസില് ഗ്രാമപഞ്ചായത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആന്ധ്രാപ്രദേശില് അവര് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പിന്നെ മറ്റുള്ള സംസ്ഥാനത്തിലും ഇതേമാതിരി ടാക്സേഷൻ ആയിക്കോട്ടെ. അപ്പൊ എളുപ്പത്തില് ഇതൊക്കെ ട്രെയിനിങ് ഇതൊക്കെ നമ്മളെ ത്രൂ കമ്പ്യൂട്ടറൈസേഷൻ നമുക്ക് എസെൻഷ്യൽ ആണ്. ഇനി ഗ്രാമപഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, ആന്ധ്രാപ്രദേശിന്റെ വേറെന്താണ് നോക്കട്ടെ. അപ്പൊ എന്തുണ്ടറിയോ, ഈ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ മിനിറ്റ്സ് റൈറ്റിംഗ്. ഇതിൽ വേറൊരു കാര്യം, ആന്ധ്രാപ്രദേശിലെ പഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷനില് കൊല്ലത്തിൽ 4 മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ മീറ്റിംഗ് മിനിറ്റ്സ്, പിന്നെ അജണ്ട, സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, ഇതിനൊക്കെ ഓരോരോ പ്രൊജക്ട് ആന്ധ്രാപ്രദേശില് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ബിൽ പേയ്മെന്റ്, അതേമാതിരി അറ്റൻഡൻസ്, അങ്ങനെ ഓരോന്ന്, അഗ്രികൾച്ചർ മോഡ്യൂൾസ്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇത്. പിന്നെ ഇറിഗേഷൻ, വാട്ടർ കൺസർവേഷൻ, അത് പിന്നെ അതിന്റെ പുറമെ ഇലക്ഷനെ പറ്റിയിട്ട് ഏതെല്ലാം സീറ്റ് ഒഴിവാണ്, ഏതെല്ലാം വാർഡ് ഒഴിവാണ്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ. ഹൗസിങ്, ഏതെല്ലാം സ്ഥലത്ത് നോക്കൂ ബിലോ പോവർട്ടി ലൈനിലെ ആളുകളുടെ അവർക്ക് വീട്, ഇതൊക്കെ. അപ്പൊ ഇവിടെ മോഡ്യൂൾസ് ഡിസൈൻ ചെയ്തത് ഫോളോയിങ് ഇൻഫർമേഷൻ ആണ്. മിനിറ്റ്സ് മീറ്റിംഗ് പറഞ്ഞു, ഷെഡ്യൂൾ ഓഫ് ഗ്രാമസഭ, എന്നാണ് ഗ്രാമസഭ കൂടേണ്ടത്, എന്താണ് അജണ്ട, നിങ്ങളെ മീറ്റിംഗ് കൂടിയ പോരാ, എന്ത് അജണ്ട ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് പലതും ഇഷ്യൂ ചെയ്യേണ്ടി വരും, ലൈസൻസ് ഇഷ്യൂ ഉണ്ട്. നോക്കൂ, ഒരു മീറ്റ് ഷോപ്പാണ് വിചാരിക്കുക, വേറെ എന്തെങ്കിലും ലൈസൻസ് ഇഷ്യൂ ഉണ്ടേ, ഷോപ്പിനും വേണ്ടേ ലൈസൻസ് ഇഷ്യൂ ഉണ്ടേ. അപ്പൊ ഏതെല്ലാം ചെയ്യാൻ പാടില്ല. പിന്നെ സിനിമാ തിയേറ്റർ, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ സിനിമാ തിയേറ്റർ? ബിൽ പേയ്മെന്റ്, അറ്റൻഡൻസ് മോണിറ്ററിംഗ് ഓഫ് പഞ്ചായത്ത് ഫംഗ്ഷണറി, പഞ്ചായത്തിന്റെ ഓരോരോ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് അവരുടെ അറ്റൻഡൻസ് മോണിറ്റർ ചെയ്യുക. പിന്നെ അതിന്റെ പുറമെ ട്രേഡ് ലൈസൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത്, മാരേജ്, ഞാൻ ഇത് നോക്കിയിട്ടുണ്ടല്ല, അതിനുമ്പോ തന്നെ പറഞ്ഞു ഞാൻ, ബർത്ത്, ഡെത്ത്, മാരേജ് എക്സെട്ര. ട്രേഡ് ലൈസൻസ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ്, മനസ്സിലായോ? ആ ട്രേഡ് ലൈസൻസ് എന്ന് പറയുന്ന അതില്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല ഒരു മുനിസിപ്പാലിറ്റിയുടെ ടെറിട്ടറിയിൽ, മനസ്സിലായില്ലേ? പിന്നെ
ചിലവർക്ക് പെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ആരെല്ലാം അർഹിക്കുന്നുണ്ട്, അതിൻ്റെ എന്തെല്ലാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും പെൻഷനൊന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ ഇൻറ്റൻസീവ് സാനിറ്റേഷൻ മാനേജ്മെന്റ് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കൂ, where you are going to dispose the waste, എവിടെ നിങ്ങൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പോകുന്നത്? അതേമാതിരി ഓർമ്മിക്കണം, അതിൽ ബയോമെഡിക്കൽ ഇതുണ്ടാവും, പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കും, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ വേസ്റ്റേജ് ഉണ്ടാവും, അതേമാതിരി പലതും. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം സാനിറ്റേഷൻ, അല്ലെങ്കിൽ എപ്പിഡമിക് ഉണ്ടാവും, വാട്ടർ ബോൺ ഡിസീസ് ഉണ്ടാവും. കാരണം അറിയാലോ, പ്ലാസ്റ്റിക് അത് നമ്മുടെ പുഴകളിലും തോട്, സീ, ഇതെല്ലാം ഒഴുകിപ്പോകുന്നു. ഇതെല്ലാം മൃഗങ്ങൾ തിന്നുന്നു. അങ്ങനെ പ്ലാസ്റ്റിക് പറഞ്ഞാൽ 50 കൊല്ലം മണ്ണില് അലിയാതെ കിടക്കും. പ്ലാസ്റ്റിക് എന്തുകൊണ്ടാണ് നിരോധിക്കുന്നത്? പ്ലാസ്റ്റിക് ബാഗ് മണ്ണിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞ് അവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് സംഭവം. അത് മൃഗങ്ങളിൽ നിന്ന് പശു, ആന, അപ്പൊ അവരുടെ വയറ്റിൽ ഇതെല്ലാം പ്ലാസ്റ്റിക് ബാഗ്, ഇതൊക്കെയാണ് കംപ്ലീറ്റ് ഓരോരുത്തരും ഓപ്പറേറ്റ് ചെയ്തപ്പോൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ സാനിറ്റേഷൻ പഞ്ചായത്തിന്റെ ഡ്യൂട്ടിയാണത്, ക്ലീൻ ആയിട്ട്. ഇപ്പൊ നമ്മുടെ ഓരോ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണല്ലോ, അത് ചെയ്യണം. അല്ലെങ്കിൽ അതേമാതിരി DDT, മറ്റേത് കൊതുക്, ഇതൊക്കെ ഇല്ലെങ്കിൽ അവര് കൊതുക് പകർത്തുന്ന പല അസുഖങ്ങൾക്കും നമ്മൾ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞു. ബിൽ പേയ്മെന്റ്, പെൻഷൻ, ഇന്റൻസീവ് സാനിറ്റേഷൻ, അത് പറഞ്ഞു. സാനിറ്റേഷന് വളരെയധികം അപ്പൊ അതാണ് ഈ നമ്മളെ. പിന്നെ വേറൊരു കാര്യം, വേസ്റ്റ് ഡിസ്പോസലിന് വളരെ ദൂരെ ചെയ്യണം. അത് എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും അവിടെ. അത് ജനവാസം ചിലപ്പോൾ ഉള്ള മേഖലയിൽ പാടില്ല. കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് അലർജി, ശ്വാസം മുട്ടലൊക്കെ വരും. പ്രഗ്നന്റ് ലേഡീസിന് എന്താ വെച്ചാൽ തീ കത്തിക്കൊണ്ടേയിരിക്കുക. ഈ പുക, വേസ്റ്റ് ഡിസ്പോസൽ, ഈ പുക പല വിധത്തിലല്ലേ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, പ്ലാസ്റ്റിക്കിന്റെ മണം കത്തിക്കുന്നത്, ബയോമെഡിക്കലിന്റെ മണോ, ഇതിനെ വേറെ എന്തെങ്കിലും മണോ, തമ്മിൽ വ്യത്യാസം ഉണ്ടായില്ലേ? ചിലപ്പോൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും നമ്മുടെ മൃഗങ്ങളുടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊലിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പക്ഷികളോ, അതിന്റെ സ്മെല്ലൊക്കെ വേറെ ഇല്ല. അപ്പൊ ഓരോരുത്തർ ചില സമയത്ത് അലർജി ഉണ്ടാവും, ചില സമയത്ത്. അപ്പൊ റെസിഡൻഷ്യൽ ഏരിയന്ന് ദൂരെ ആയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് നിബന്ധനകൾ. അപ്പൊ സാനിറ്റേഷൻ ഈസ് വെരി എസെൻഷ്യൽ. സിമിലർ മോഡൽ ഹാസ് ബീൻ പ്രിപ്പയർഡ് ഫോർ അഗ്രികൾച്ചർ, ഇറിഗേഷൻ, വാട്ടർ കൺസർവേഷൻ, എലക്ഷൻ 5 കൊല്ലത്തിൽ ഓരോ പ്രാവശ്യം, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് അത് ഈ എലക്ഷൻസ് മറ്റേത് നടത്തുന്നുണ്ട്. 5 കൊല്ലാണ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ മരിച്ചാലും ശരി, ആ അടുത്ത വരുന്ന ആൾക്ക് 5 കൊല്ലം റിമൈനിങ് പീരീഡ് പറ്റൂ. അല്ലാണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് 5 കൊല്ലമല്ല, ആ ടോട്ടൽ കാലാവധി 5 കൊല്ലമാണ് ആദ്യത്തിന്. അപ്പൊ അതിൽ ആരെങ്കിലും ഇതിന്റെ ഇടയിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് റിമൈനിങ് എത്ര മാസമാണ്, ബാക്കി അത്രേ ഉള്ളൂ. അഡൾട്ട് ഹൗസിംഗ് പറഞ്ഞല്ലോ, നമ്മുടെ വളരെ കുറച്ച് ബിലോ പോവർട്ടി ലൈനിലൊക്കെ വീട് വെച്ചു കൊടുക്കുക. അങ്ങനെ വീട് വെച്ചു കൊടുക്കുമ്പോൾ ആർക്കാരും വേണ്ടി നോക്കാനിരിക്കരുത്. കാരണം എന്താ അറിയോ, ഞങ്ങൾ ഇത്ര വീട് വെച്ചു കെട്ടി എന്ന് പറഞ്ഞ എന്താ കാര്യം? പിറ്റേത്തെ പോലെ അത് കൊളാപ്സ് ആയാലോ? വാട്ടർ ഉണ്ടാവില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, ഗേറ്റ് ഉണ്ടാവില്ല, അതിന്റെ ശരിക്കുള്ള വാതിലുണ്ടാവില്ല. എങ്ങനെയൊക്കെ ഉണ്ട്? ആളെ കാണിക്കാൻ വേണ്ടി നമ്പർ ഇട്ട് കാര്യമില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി നമ്മൾ അത് ചെയ്യണം. അതിന്റെ ഡ്യൂട്ടി നമ്മുടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധാപൂർവ്വം നമ്മൾ ഇത് ചെയ്യണം. കാരണം ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത് ഇതാണ്. അല്ലാണ്ട് ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ഞങ്ങൾ എത്ര വീട് പണിതു, എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, 1,00,000 വീട് പണ്ട് ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നില്ല, പല വീട്ടിലും താമസിക്കുന്നു. കാരണം എന്താ അറിയോ, വെള്ളം ദൂരെ പോയിട്ട് കൊണ്ടുവരണം, നോ ടോയ്ലറ്റ്, കാര്യം മനസ്സിലായില്ലേ? പിന്നെ ചെറിയൊരു റൂം മാത്രം, ചൂട് സഹിക്കുക, ടിൻ ഷീറ്റ്, മുകളിൽ ടിൻ ഷീറ്റ്. അപ്പം അവര് മനുഷ്യരല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇവിടെ കേരള നവഡേസ് വിഴിഞ്ഞത്തില് അവിടെ അജിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുക. എന്താ സംഭവം? കടലെടുത്തോണ്ടിരിക്കുകയാണ്, കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ വീടുകൾ നഷ്ടപ്പെടുകയാണ്. കാര്യം മനസ്സിലായോ?
അപ്പൊ അതിനുള്ള പ്രിക്കോഷൻ എടുക്കണം. കാരണം ജനങ്ങൾക്ക് വീടില്ല, അത് അലിഞ്ഞ് മുഴുവൻ കടലിലേക്ക് പോകണം, പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അതാണ്, അല്ലാണ്ട് ജനങ്ങളുടെ കുറ്റമല്ലല്ലോ. അപ്പൊ അത് നമ്മൾ പ്ലാനിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അഗ്രികൾച്ചർ, ഇലക്ഷൻ, ഹൗസിങ്, അഡൾട്ട് എഡ്യൂക്കേഷൻ, കൾച്ചറൽ പ്രോഗ്രാം. ഇവിടെ വളരെ ശ്രദ്ധിക്കുക. അത് നമ്മുടെ എല്ലാ മതത്തിൻ്റെയും, അത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ആരായിക്കോട്ടെ, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇന്ത്യ ഈസ് വൺ എ സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അത് മറക്കരുത്. അപ്പൊ അതുകൊണ്ട് കൾച്ചറൽ എക്സ്ചേഞ്ച്, നമ്മുടെ കുട്ടികളും അതേമാതിരി എല്ലാ കൾച്ചറിലും നമ്മളെ ഇന്ത്യയുടെ കൾച്ചറാണ്, കേരളത്തിന്റെ കൾച്ചറാണ്, മഹാരാഷ്ട്രയുടെ കൾച്ചറാണ്, ഓരോരോ കൾച്ചർ. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ഈ കൾച്ചറെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങളെ IT ജോയിൻ ചെയ്ത് വിചാരിക്കുക. IT കർണാടകയിലത്തെ ആളുണ്ട്, അവിടെ മഹാരാഷ്ട്രയിലത്തെ ആളുണ്ട്, അവിടെ തമിഴ്നാട്ടിലത്തെ ആളുണ്ട്, ആസാമിലത്തെ ഉണ്ട്, ബംഗാളിലത്തെ ഉണ്ട്. IT കാര്യം മനസ്സിലായി. എല്ലാ IT കമ്പനിയിലും നമ്മുടെ മലയാളീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കൾച്ചറെ വലുതെന്ന്. അവര് നമ്മുടെ ഓണം ആഘോഷിക്കുന്നുണ്ട്, അപ്പൊ അവര് ദുർഗാപൂജ നമ്മൾ ആഘോഷിക്കണം. കാര്യം മനസ്സിലായ? നമ്മുടെ വിഷു മറ്റേതൊക്കെ അവരും ആഘോഷിക്കുന്നുണ്ട്, ഞാൻ എത്രയോ കണ്ടിട്ട്. അപ്പൊ അവരുടെ ദീപാവലി നമ്മളും ആഘോഷിക്കണ്ടേ? അത് ഇന്ത്യയിലത്തെ ആളുകളല്ലേ. അപ്പൊ എല്ലാ കൾച്ചറും ഒന്നാണ്. അതാണ് ഡൈവേഴ്സിറ്റി, ഇന്ത്യയുടെ മഹത്വം. ഓക്കെ, അപ്പൊ അത് കൾച്ചറൽ പ്രോഗ്രാംസ്, വുമൺ ആൻഡ് ചൈൽഡ്, അതുമാതിരി സ്ത്രീകളുടെ, ചൈൽഡ്, കുട്ടികളുടെ, പറഞ്ഞതെല്ലാം, സോഷ്യൽ വെൽഫെയർ, വില്ലേജ് അക്കൗണ്ടിങ് സിസ്റ്റം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യത്തിന് അക്കൗണ്ടിങ്. ഈ പഞ്ചായത്ത് ചാലഞ്ചസ്, there is lack of adequate infrastructure that leads to creation regional imbalance. ഫണ്ടില്ല ചിലത് പഞ്ചായത്തിൽ. സോ അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫണ്ട് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സഹായിക്കണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ല. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ്? സെൻട്രൽ കൊടുത്തേ പറ്റൂ. സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂ എന്താ ഉള്ളത്? കുറച്ചേ ഉള്ളൂ. അത് അവരുടെ പെൻഷനും സാലറിക്കുള്ളൂ. കാര്യം മനസ്സിലായി? ഏത് സ്റ്റേറ്റിനും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതം അത്യാവശ്യമാണ്. നൗ there is shortage of software and quality input. ഓക്കെ, പിന്നെ ഇൻപുട്ട് കോസ്റ്റ്, പിന്നെ there is shortage of software and quality due place traditional focus. ഈ പഞ്ചായത്ത് should be based on എത്ര സെൻട്രി നീഡ് ബേസ്. ഈ പഞ്ചായത്ത് നീഡ് ബേസ്ഡ് ബോട്ടം അപ്രോച്ച് അക്കംപ്ലിഷ് കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ഗോൾസ്. അപ്പൊ എന്താ കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ്? നമ്മുടെ 40 അമെൻഡ്മെന്റ്, നമ്മുടെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിന്റെ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം എയിമുണ്ടോ അത് സാക്ഷാത്കരിക്കപ്പെടണം. അതിന് ഓക്കെ. ഇനി പിന്നെ ഇതില് ഒരു കാര്യം കൂടി ഉണ്ട്. നോക്കൂ, നമ്മുടെ വുമൺ ആൻഡ് എവിടെ ഈ പഞ്ചായത്ത് വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ, കുട്ടികളുടെ സംരക്ഷണം. ചൈൽഡ് വെൽഫെയർ പറഞ്ഞാൽ അവരുടെ നോക്കൂ, സ്കൂളിലേക്ക് വിദ്യാഭ്യാസം, ഹെൽത്ത്, പിന്നെ ഇമ്മ്യൂണൈസേഷൻ, അതായത് പറഞ്ഞല്ലോ ഞാൻ, ന്യൂട്രീഷൻ, ഷെഡ്യൂൾ ഓഫ് ക്യാമ്പ്സ്, കൗൺസിലിംഗ് ബൈ ഹെൽത്ത് വർക്കേഴ്സ്. ഓരോരോ ആശാ വർക്കറും ഇവരൊക്കെ വന്നിട്ട് ഓരോരോ കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ ഉണ്ട്. അഡൾട്ട് എഡ്യൂക്കേഷൻ, എൻറോൾമെന്റ് ഓഫ് അഡൾട്ട്, വയസ്സായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവർ, അപ്പൊ അവർക്ക് പിന്നെ, കാരണം പിന്നീട് പഠിക്കുന്നവരുണ്ടല്ലോ ചിലർ, പിന്നെ ഫീഡ്ബാക്ക് ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇതെല്ലാം ഡാറ്റ കൊടുക്കണം. പിന്നെ ട്രെയിനിങ് കിറ്റ്, ട്രെയിനിങ് ഓരോരുത്തർക്കും. അതായത് നമ്മളൊരു കാർപ്പൻറ്റർ വിചാരിക്കുക, കാർപ്പൻറ്റർക്ക് വാങ്ങാൻ കാശില്ല, നമ്മൾ വാങ്ങിക്കൊടുക്കുക. അതേമാതിരി വെൽഡറാണ് വിചാരിക്കുക, അവർക്ക് മെഷീൻ, വെൽഡിങ് മെഷീൻ വാങ്ങിക്കൊടുക്കുക. അപ്പൊ അവർ അതിനോട് ജീവിച്ചോളും. ഓക്കെ, അപ്പൊ അങ്ങനെ വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ പറഞ്ഞു, സോഷ്യൽ വെൽഫെയർ പറഞ്ഞു. പിന്നെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, there is a lack of adequate infrastructure that leads to creation of regional imbalance. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറച്ച് കമ്മിയാണ് പഞ്ചായത്ത്. ചിലപ്പോൾ ഈ ഫർണിച്ചർ അതൊക്കെ വളരെ കമ്മിയാണ്, ഗവൺമെന്റിന്റെ പൈസ ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യണം. അപ്പോ ഇനി പറയാനുള്ളത് കൺക്ലൂഷൻ. ഇൻ ദി പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി, ഇന്ത്യ ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ റൂറൽ ഏരിയ വികസിക്കണം. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ പ്ലേയിങ് എ വൈറ്റൽ റോൾ ആസ് ഏജന്റ്സ് ഓഫ് റൂറൽ ട്രാൻസ്ഫോർമേഷൻ. ജനങ്ങള്, റൂറലിലുള്ള ആളുകള് വളരെ നന്നാവണം, മനസ്സിലായില്ലേ? അപ്പോ therefore sincere efforts need to be taken by this institution to enhance എല്ലാവരുടെ സ്കില്ല്, നോളജ്, കേപ്പബിലിറ്റി, ഇതെല്ലാം ഈ നമ്മുടെ ICT എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, അത് ട്രാൻസ്പെറൻസി, ഈ ഗവേണൻസ്, നല്ല ഗവേണൻസ്, അത്
പിന്നെ how our application of ICT to the Panchayat Raj institutions have to address to certain crucial factors. Regional imbalances. ഇതൊക്കെ നമ്മൾ നോക്കണം. ഹൈ കോസ്റ്റ്, റൂറൽ ഡെവലപ്മെന്റ്, സെൽഫ് ഗവേണൻസ്, ഇതെല്ലാം വളരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ഇംപ്ലിമെന്റ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.